എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു വെറൈറ്റി വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കൊറോള ആൾട്ടിസ് പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള വാഹനമാണ്. 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ. ഇതിന്റെ കിലോമീറ്റർ ആണ് ഏറ്റവും ഹൈലൈറ്റ്. 27,000 കിലോമീറ്റർ ആണ് ആകെ ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതിന്റെ ടയറുകൾ പോലും അന്ന് വന്ന അതേ സെയിം ടയറുകളാണ് കിടക്കുന്നത്. ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡ് ആണ്. അതുപോലെ ഇതിന്റെ സെക്കൻഡ് കീ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആണ്. ഈ വണ്ടിയിൽ ഒരിടത്ത് പോലും റീപെയിന്റ് വന്നിട്ടില്ല. ഈ വണ്ടിയിൽ ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്, ഫ്രണ്ട് വിൻഷീൽഡ്. അതും കമ്പനിയുടെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഓൾ അറൗണ്ട് വീഡിയോ കാണാം. അപ്പോൾ ഈ വാഹനത്തിന്റെ ഈ ഒരു സൈഡ് തന്നെ മൊത്തത്തിൽ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഫെൻഡറിലോ ഡോറുകളിലോ ക്വാർട്ടർ പാനലിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റോ ഡെന്റോ സ്ക്രാച്ചോ ഒന്നും വന്നിട്ടില്ല. ഈ ഗ്ലാസ്സുകളെല്ലാം കമ്പനിയുടെ ഒറിജിനൽ ഗ്ലാസ്സുകളാണ് കിടക്കുന്നത്. നല്ല സൂപ്പർ കണ്ടീഷനുള്ള ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡോർ തുറന്ന് ഇതിന്റെ അകവശം ഒന്ന് നോക്കാം. ഈ ഒരു ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഡോർ പാഡുകളൊക്കെ നല്ല എക്സ്ട്രാ നീറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ പില്ലറിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പുറക് ഡോറിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പുറകിലത്തെ ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർ പാഡുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇനി നമുക്ക് നേരെ ഈ വാഹനത്തിന്റെ പുറകു വശത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഡിക്കിയിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല, സ്ക്രാച്ചുകളോ ഒന്നുമില്ല. നമുക്കിവിടെ കൊറോള ആൾട്ടിസ് എന്നുള്ള ബാഡ്ജിങ് കാണാം. ടെയിൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ക്രാക്കുകളോ ഒന്നുമില്ല. നല്ല ജെന്യുവൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. ഇത് നമുക്ക് റിമോട്ടിൽ തന്നെ അൺലോക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ബൂട്ട് സ്പേസ് ആണ് ഇതിന്. നല്ല സ്റ്റോറേജ് സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഉൾവശത്ത് നമുക്ക് ഇതിന്റെ സ്റ്റെപ്പിനി സ്പാനറൊക്കെ കാണാം. ഇത് സ്റ്റെപ്പിനിയൊക്കെ അൺയൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, തൊട്ടിട്ട് പോലും ഇല്ല. ഈ ഭാഗത്തൊക്കെ നമുക്ക് കമ്പനിയുടെ പേസ്റ്റിംഗ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇവിടെ നമുക്ക് പഞ്ചിങ് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. രണ്ട് സൈഡിലും അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലീൻ ആയിട്ട് കാണാം. ഈ ഒരു നട്ടിന്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇതിലൊന്നും തൊട്ടതായിട്ട് പോലും ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ നോക്കൂ, ഇവിടുത്തെ ഈ ക്ലിപ്പുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഒരു വിധത്തിലുള്ള ഡാമേജോ ഒരു ശകലം പൊടി പോലും ഇതിലൊന്നും വന്നിട്ടില്ല. ഇനി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കും. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ വണ്ടിയുടെ ഈ ബാക്ക് സൈഡിൽ എവിടെയെങ്കിലും ഒരു തട്ടോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചിങ് ഒക്കെ പൊട്ടിക്കാതെ ഇവിടെ ഒന്നും ഒരു പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ വണ്ടികൾ ആക്സിഡൻ്റലാണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഈ താഴെ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ എങ്ങും ഒരു റെസ്റ്റോ ഒരു ശകലം പൊടി പോലും ഈ ഒരു ഭാഗത്ത് വന്നിട്ടില്ല. അത്രയും ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വശത്തേക്ക് വരികയാണ്. ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ക്വാർട്ടർ പാനലിലോ ഡോറുകളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല, ഡെന്റുകൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. അതല്ലാതെ ഇതിൽ അതൊക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളതാണ്. നമ്മൾ ഇനി ടോപ്പിലേക്ക് വരുവാണെങ്കിൽ ടോപ്പിലും പ്രത്യേകിച്ച് ഡാമേജുകളൊന്നും ഇല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വീണതിന്റെ കുഞ്ഞു കുഞ്ഞു ഒരു ചെറിയ ഡെന്റ് പോലുള്ള ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെയും എന്തോ വീണതിന്റെ ഒരു പാടുണ്ട്, ഈ ഭാഗത്തും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഡോർ തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡോർ പാഡുകൾ നല്ല വൃത്തിയിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് നോക്കാം. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഡോറിലേക്ക് പോകാം. അപ്പോൾ ഇതിന്റെ ബാക്കി വിൻഡോ ഗ്ലാസുകൾ ഒക്കെ വന്നിരിക്കുന്നത് BG സീരീസിലും പുറകിലത്തെ ഗ്ലാസ് വന്നിരിക്കുന്നത് BH ലുമാണ്. അപ്പോൾ ആക്ച്വലി 17 എന്ന് പറയുമ്പോഴത്തേനും BH ആണ് വരിക.
2017 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ മാനുഫാക്ചറിങ് വരുന്ന വണ്ടികളിൽ ഒരു ഇയർ ബാഗ് ആയിട്ടുള്ള ഗ്ലാസ്സുകളും വരാറുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് പോകാം. ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ വരാറുണ്ട്. അതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർപാഡ് നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. സ്വിച്ചുകളൊക്കെയും നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴ്വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഡ്യുവൽ VVTi എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാം. വണ്ടിയുടെ എൻജിൻ്റെ വേരിയൻ്റ് ആണ് ഇതിൽ വരുന്നത്. വളരെ സ്മൂത്താണ്. വണ്ടി ഓടിച്ചാൽ നമുക്ക് അതിൻ്റെ പവർ, അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് തോന്നത്തില്ല. നമുക്ക് കുറേ അങ്ങ് ഓടിക്കാൻ തോന്നും, അത്രയും ക്ലീനാണ്. അപ്പോൾ ഇനി നമ്മളിത് ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേനും ബോണറ്റിൽ 1-2 കുഞ്ഞു പാടുകളുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഈ ബിൽഡിങ്ങുകളുടെ ഒക്കെ താഴെ പാർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വീഴുക, പിന്നെ ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ താഴേക്ക് വീഴുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ ഡോട്ടാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇനി ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഹെഡ്ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ജെനുവിൻ പീസ് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്റ്റൈലിഷ് എയറോഡൈനാമിക് ഷേപ്പ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്ന എഞ്ചിൻ റൂം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതാ ഇവിടെ ടൊയോട്ടയുടെ ബാഡ്ജിങ് കാണാം. അതുപോലെ നമുക്ക് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് കാണാം. ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. പേസ്റ്റിംഗ് എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി അപ്പുറത്തെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുൻവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ബാറ്ററി നോർമൽ ഒരു 2022 മാനുഫാക്ചറിങ് ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഇവിടുത്തെയൊക്കെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഹെഡ്ലൈറ്റിൻ്റെ ക്ലിപ്പുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് VVTi എന്നുള്ള ബാഡ്ജിങ് കാണാം. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ പെട്രോൾ വണ്ടിയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്നാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ സൗണ്ട് എത്രയും സൈലൻ്റ് ആണെന്നുള്ളത്. പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അത്രയും സുഖമാണ് വണ്ടി നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഗിയർ ഷിഫ്റ്റിലൊന്നും യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. AC കൂളിംഗ് ഒക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണുള്ളത്. വേറെ വണ്ടിയുടെ സസ്പെൻഷൻ വൈസ് ബ്രേക്ക് വൈസ് ഒക്കെ വണ്ടി നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലാണുള്ളത്. ആകെ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം. ഡോർപാഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഡാഷ്ബോർഡിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടത് സൂക്ഷിച്ചിട്ടുണ്ട്. ആകെ 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഈ വാഹനത്തിലുണ്ട്. നമുക്കിനി മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വണ്ടിയുടെ കിലോമീറ്റർ റീഡിങ് നമുക്ക് കാണാം. 27,225 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. മീറ്റർ കൺസോളൊക്കെ കാണാനായിട്ട് നല്ല ഒരു ഗ്രാൻഡ് ലുക്കാണ്. അതുപോലെ നമ്മൾ സെൻട്രൽ കൺസോളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. സ്വിച്ചുകളെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള വാഹനമാണ്. നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കിടിലൻ വാഹനമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ സ്റ്റിയറിങ്ങിലെ സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പൊതുവേ ഈ ടൊയോട്ടയുടെ ലോഗോയിലൊക്കെ പെയിൻറ്റ് പോകുന്ന അല്ലെങ്കിൽ ഈ കളർ മങ്ങിപ്പോകുന്നൊക്കെ ഇതിൽ വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളൊക്കെ നമുക്ക് ഈ താഴ്വശത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർപാഡിൽ വരുന്ന സ്വിച്ചുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഇനി നമ്മൾ ഇതിൻ്റെ റൂഫിൻ്റെ ഭാഗത്തേക്ക് പോയാൽ റൂഫിലൊന്നും യാതൊരു വിധത്തിലുള്ള
ചെളിയോ ഒഴുക്കോ പൊടിയോ ഒന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. പുറകെ നേരെ സീറ്റുകളും നല്ല വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെ നമുക്കൊരു ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഒരു ബീജ് കളറിൽ നല്ല ക്ലീൻ കണ്ടീഷനിലായിരിക്കുന്നത്. ഈ സീറ്റിൽ ചെറിയൊരു കറയുണ്ട്, അത് ഡ്രൈ ക്ലീനിങ്ങിൽ പോകുന്നതായിരിക്കും. ഫ്രണ്ട് നേരെ സീറ്റുകളും നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോഴത്തേന് ഡ്രൈവറിൻ്റെ സീറ്റിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഈ ഭാഗവും ഇരിക്കുന്നത്. പുറകിലത്തെ നേരെ സീറ്റുകൾ ഞാൻ ഒന്നും കൂടെ കാണിക്കാം. പുറകിലത്തെ നേരെ സീറ്റുകൾ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ഒരു വാഹനമാണിത്. ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ബ്രിഡ് സ്റ്റോണിൻ്റെ അന്ന് വന്ന 2017 വന്ന ടയർ തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. പിന്നെ കമ്പനിയുടെ അലോയ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. എല്ലാം ഒരേ സീരീസിലുള്ള ടയറുകളാണ് ഇതിൽ കിടക്കുന്നത്. പിന്നെ സ്റ്റെപ്പിനി ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പിനിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. 2017 മാനുഫാക്ചറിങ്ങിലുള്ള ടയറാണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ടും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടെ പറയുവാണ്. 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ, വെറും 27,000 കിലോമീറ്റർ, പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി, യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും ഇല്ലാത്തൊരു വാഹനമാണ്. ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതും ടൊയോട്ടയുടെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള വാഹനമാണ് ഇത്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 8,25,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റാണ്. അതുകൂടാതെ ഒരു കാര്യം കൂടി എടുത്ത് പറയുകയാണ്, ഈ വാഹനത്തിന് നമുക്ക് ലോൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആർക്കെങ്കിലും ലോണിൽ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെല്ലാ കാറ്റഗറിയിലുള്ള വാഹനങ്ങളും ചെയ്യുന്നുണ്ട്. പ്രീമിയം വണ്ടികൾ, ബെൻസ്, BMW, ഓഡി, അങ്ങനെ ഏത് വാഹനങ്ങളാണെങ്കിലും നമ്മൾ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് മറിച്ച് വയ്ക്കുകയോ അല്ല ചെയ്യുന്നത്. നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് വണ്ടികൾ പോയി ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങളുമായിട്ട് സംസാരിച്ച്, അവരുമായിട്ട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്തൊരു പ്രൈസ് ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് ആ വാഹനം വാങ്ങിയെടുത്ത് തരുവാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളൊരു വാഹനം ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് നാട്ടിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നിടം വരെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്തു തരാനുണ്ടോ അതെല്ലാം 100% സിൻസിയറായിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ അംഗങ്ങളാകാവുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.